അവരുടെ ആഗ്രഹം പോലെ നന്നായി വളർത്താൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണ്. എൻ്റെ പപ്പനെ കൊന്ന കാട്ടാനെ കൊല്ലണം. എൻ്റെ പപ്പനെ കൊണ്ട കാട്ടാനെ തന്നെ കൊല്ലണം. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിലെ പെരിങ്കരി എന്ന ദേശത്താണ്. 2021 സെപ്റ്റംബറിൽ ചെങ്ങഴശ്ശേരി ജസ്റ്റിൻ എന്ന ഒരു കുടുംബനാഥനെ ആന ആക്രമിച്ച് കൊന്ന ആ വീടിൻ്റെ സമീപത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാം. അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സ്നേഹമുള്ള സഹോദരി, നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേങ്കിലും നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് അറിയുവാൻ ഗുഡ്നസ് TV-യുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ പരിചയപ്പെടുവാനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സഹോദരി ഒന്ന് പരിചയപ്പെടുത്താമോ? ജിന്നി ജസ്റ്റിൻ, 2.5 വർഷം മുമ്പ് ആനകുത്തി മരിച്ച ജസ്റ്റിൻ്റെ ഭാര്യയാണ്. വീട്ടുപേര് ചെങ്ങഴശ്ശേരിയിൽ. ഞാനും എൻ്റെ 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. 2021 സെപ്റ്റംബറിൽ ഞങ്ങൾ 2 പേരും രാവിലെ പള്ളിയിൽ 7 മണിക്കത്തെ കുർബാനയ്ക്ക് പോകുമ്പോഴാണ് സംഭവം നടന്നത്. ഞങ്ങൾ 2 പേരും കൂടെ ബൈക്കിന് പോവുമായിരുന്നു. അപ്പോഴാണ് മുമ്പിൽ ആനേനെ കണ്ടതായിട്ട് ഓർമ്മയുള്ളൂ. ചേട്ടൻ എന്നോട് ഓടുന്നു പറഞ്ഞു. അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം വന്ന് മറിഞ്ഞു പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ കാണുന്നു. ഞാൻ വിചാരിച്ചു സ്വപ്നമാണെന്ന് വിചാരിച്ചു. ഞാൻ ചേട്ടനെ കുറേ തവണ വിളിച്ചു, ചേട്ടയ്യ എന്ന് വിളിച്ചു, കേട്ടില്ല. എല്ലാവരും പറഞ്ഞു ഞാൻ അവിടെ ആ കല്ലിൻ്റെ ഇടയ്ക്ക് കിടക്കുമായിരുന്നെന്നാണ് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കേട്ടോ, ഓർമ്മയുള്ളൂ. ആൾക്കാർ വന്ന് നോക്കുമ്പം അവിടെ ആ കിടക്കുന്ന കല്ലിനിടയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കാലിൻ്റെ ഇടുപ്പ് തെറ്റിയതെന്ന് കരുതുന്നു. എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സഹോദരിക്ക് ഒന്നും ഓർമ്മയില്ല. ആ ഒരു സംഭവത്തിലേക്ക് സഹോദരി ചിന്തിക്കുമ്പം അവൾക്ക് വേറെ ഒന്നും അറിയില്ല. ചേട്ടായി പറഞ്ഞു, നീ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ജിന്നി അവിടെ തന്നെ വീഴുകയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പോലും ഈ സഹോദരിക്ക് അറിയില്ല. പിന്നീട് അവൾ ആശുപത്രിയിലായിരുന്നു. എവിടെയായിരുന്നു, എന്തായിരുന്നു ആ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? കണ്ണൂർ മിംസിലായിരുന്നു. എൻ്റെ കാലിൻ്റെ തിരിഞ്ഞു പോയായിരുന്നു. പിന്നെ ഭാര്യയെല്ലാം പൊട്ടി, കഴുത്തിൻ്റെ എല്ല്, ചെവി എല്ലാം പൊട്ടി. ഈ കാല് തിരിഞ്ഞു പോയത് എങ്ങനെയായിരുന്നു എന്ന് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയൊന്നുമില്ല. ഇതിനെ കണ്ടതായിട്ട് മാത്രം ഓർമ്മയുള്ളൂ. എന്താ സംഭവിച്ചതെന്നൊന്നും ഓർമ്മയില്ല. ആനയെ കണ്ടതോടുകൂടി പിന്നെ ആകപ്പാടെ മനസ്സ് ആകപ്പാടെ പിന്നെ ഒരു കാര്യവും ഓർക്കാൻ സാധിക്കുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഒന്നും ഓർക്കുന്നില്ല. ഇതിന് കണ്ടതായിട്ട് മാത്രം ഓർമ്മയുള്ളൂ. ഹോസ്പിറ്റലിൽ എത്ര ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നിരുന്നു? ഒരാഴ്ചയോളം അവിടെ കിടന്നു. അപ്പോൾ ഏകദേശം അവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്ര ചിലവായെന്നറിയാവോ? അങ്ങനെ 3-4 ലക്ഷത്തോളം അവിടെ തന്നെ ചിലവായി. സർക്കാരിന് 10 ലക്ഷം അവർ തന്നിട്ടുള്ളൂ. അതിൽ പകുതിയോളം അതിന് തന്നെ ചിലവായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു ജീവൻ പൊലിഞ്ഞതിന് സർക്കാർ ഇട്ടിരിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. ആ രൂപ കൊടുത്തപ്പം ഈ സഹോദരി, അവൾക്ക് അവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും അവരറിയുന്നില്ലായിരുന്നു. ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അവിടെ ഏതാണ്ട് അതുമായിട്ട് അനുബന്ധ ചെലവും കൂടെ 4.5 ലക്ഷത്തോളം രൂപ ഇവർക്ക് ആ ചികിത്സയ്ക്ക് തന്നെ ചിലവാക്കേണ്ടി വന്നു. 2 കുട്ടികളുമുണ്ട്. ഇവരുടെ ജീവിതം പോവുകയാണ്. വേറെ എന്താണ് സർക്കാർ വല്ലതും വാഗ്ദാനം ചെയ്തിരുന്നോ നിങ്ങൾക്ക്? ഞാൻ ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ ഇവിടെ വീട്ടിൽ തറവാട്ടിൽ മന്ത്രിമാരും അവരെല്ലാം വന്നിട്ട് എനിക്ക് ജോലി തരാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു. ഇതുവരെ ഒന്നും ആയില്ല. അതുപോലെ തന്നെ ഇവിടെ വനം വകുപ്പിൻ്റെ മന്ത്രിമാർ വന്നപ്പോഴും കളക്ടറേറ്റിലേക്കും DFOൻ്റെ എല്ലാം എടുത്ത് ഒത്തിരി നിവേദനം അയച്ചു. അവരെല്ലാം പറയുന്ന അങ്ങനെ ഒരു സ്കീമില്ല, ജോലി തരാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് എന്താണ്? നമ്മളുടെ നിയമവ്യവസ്ഥകളൊക്കെ ആർക്കു വേണ്ടിയാണ്? ഇതുപോലെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു കുടുംബനാഥൻ, നോക്കുക, ഇവർ ഒന്നും അധികം പ്രായമായവരല്ല. പക്ഷെ ഇവർക്ക് ജീവിതം മുന്നോട്ട് പോകേണ്ടേ? ഒരു ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തെ ഇവർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. വളർന്നു വരുന്ന 2 കൊച്ചു കുട്ടികളാണുള്ളത്. ഈ കുടുംബത്തെ പോറ്റണ്ടേ? അങ്ങനെ ആദ്യം വാഗ്ദാനം ചെയ്തു. കാര്യത്തോടെ അടുത്ത് വന്നപ്പം അങ്ങനെ ഒരു നിയമമില്ല. അങ്ങനെ നിയമമില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതുപോലെ വേദനിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കണ്ടേ? മൃഗങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ കാലാകാലങ്ങളിൽ നിയമം പരിഷ്കരിക്കാറുണ്ടല്ലോ. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ പേപ്പട്ടിയെപ്പോലും കൊല്ലുന്നതിന് നിയമനിർമ്മാണം നടത്തിയിട്ട്
അതിനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ ഉള്ളപ്പോൾ ഇതുപോലെ ദുരന്തത്തിലായിരിക്കുന്ന, ഇത് കാടിനോട് ചേർന്ന പ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ന്യായീകരിക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരി, നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇവിടെ ഈ കാട്ടുമൃഗങ്ങളുടെ എന്തെങ്കിലും ശല്യം ഉണ്ടായതായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വന്യമൃഗം ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. 40-45 വർഷം ഇത് പഴയ തറവാടാണ്. ഇവിടെയാണ് അവർ ജനിച്ചു വളർന്നു. ഇതുവരെ ഒരു മൃഗമോ ഒന്നും വന്നിട്ടില്ല എന്നാണ് ചാച്ചനും അമ്മച്ചിയൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇവിടെയൊന്നും ഒരു കാട്ടുമൃഗങ്ങളുടെ ശല്യവുമില്ലാതെ ഇവർ വളരെ സ്വച്ഛന്തമായി സന്തോഷത്തോടെ ഈ കുടുംബങ്ങൾ, ഇതിനോട് ചേർന്നുള്ള അയൽപക്കത്തെ കുടുംബങ്ങളെല്ലാം സമാധാനത്തോടെ ഒരു ഭയവുമില്ലാതെ ജീവിച്ച ഒരു സ്ഥലത്ത് ഇവിടെ എങ്ങനെ കാട്ടാന് വന്നു? ഗുഡ്നസ് നേവിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, ഇവിടെ എങ്ങനെയാണ് ഇത്രയും ഉൾപ്രദേശം, ഇത്രയും ജനവാസം നിറഞ്ഞൊരു സ്ഥലത്തേക്ക് ഇതിനു മുമ്പ് 10-60 വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇവർ ഇതിനു മുമ്പൊരു കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇവർക്ക് അനുഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ആ കാട്ടാന എത്തിയത്? ഇതൊരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മനസാക്ഷിയിൽ നിൽക്കട്ടെ. നിങ്ങളിപ്പം എന്തെങ്കിലും ജോലി, സർക്കാരിൽ നിന്ന് ജോലി നമുക്ക് കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഒരു ചെറിയൊരു ചിട്ടിയുടെ കമ്പനിയിൽ തുച്ഛമായ രീതിയിൽ ശമ്പളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതും കൊണ്ടൊരു വീട്ടു ചെലവിനോ കുട്ടികൾക്ക് ആവശ്യമായിട്ട് ഒന്നും മേടിച്ചു കൊടുക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. ഒരപ്പയുടെ ആഗ്രഹം പോലെ നന്നായി വളർത്താൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും എനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണ്. പ്രിയപ്പെട്ടവരെ, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യ മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് ആഴുന്നതാണ് ഈ സഹോദരിയുടെ, ഈ 2 മക്കളുടെ വിധവയായ ഈ സഹോദരിയുടെ ആവശ്യം. ഇവർക്ക് അത്യാവശ്യം ഒരു ജോലിയാണ്. 10 ലക്ഷം രൂപ ഒരു ജീവന് വിലയിട്ട് നൽകി അതിൽ 5 ലക്ഷത്തോളം രൂപ ഈ സഹോദരിയുടെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി മാറി. അവൾക്ക് ഇപ്പോഴും പൂർണ്ണമായ ഒരു ആരോഗ്യസ്ഥിതിയിലല്ല. ഒരു സർക്കാർ ജോലി അവർ ആഗ്രഹിക്കുന്നു. ഇത് വാഗ്ദാനം ചെയ്തതാണ്. ചെയ്തു പോയെങ്കിൽ ഇത് കൊടുക്കണം. ഇതിന് സർക്കാർ തുനിഞ്ഞേ മതിയാകൂ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പറയുകയാണ്. മോൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജുവാൻ ജസ്റ്റിൻ. ജുവാൻ ജസ്റ്റിൻ. മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? മോൻ പഠിച്ച് ആരാണെന്ന് ആഗ്രഹിക്കുന്നത്? പട്ടാളക്കാരനാണ്. എന്തിനാ മോനെ പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ പപ്പനെ കൊന്ന കാട്ടാനെ കൊല്ലണം. എൻ്റെ പപ്പനെ കൊന്ന കാട്ടാനെ തന്നെ കൊല്ലണം. പ്രിയപ്പെട്ടവരെ, ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ, അവനൊരു പട്ടാളക്കാരനാകണം. എന്തിനു വേണ്ടിയാണ് ആ കൊച്ചു കുഞ്ഞ് തീരുമാനിച്ചിരിക്കുന്നത്? എൻ്റെ പപ്പയെ കൊന്ന ആ കാട്ടാനയെ കൊല്ലണം. സ്നേഹമുള്ളവരെ, ഇത് ഈ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ ആ പപ്പയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ? ഈ കൊച്ചിനോട് ഇങ്ങനെയൊരു ചിന്ത കൊച്ചിൻ്റെ മനസ്സിലുണ്ടായെങ്കിൽ നമുക്കതിന് തെറ്റ് പറയാൻ പറ്റുമോ? മോളുടെ പേരെന്താണ്? ജുവൽ. മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1-ാം ക്ലാസ്സിലാ? ചേട്ടായി പഠിച്ച് ഒരു പട്ടാളക്കാരനാണോ എന്ന് ആഗ്രഹിക്കുന്നു. മോള് പഠിച്ച് ആരാകാൻ ആഗ്രഹിക്കുന്നു? സിസ്റ്ററാ? ഒരു സിസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടുവച്ചത്. ഈ കുഞ്ഞ് മക്കൾക്ക് അവർക്ക് സ്വപ്നങ്ങളുണ്ട് ജീവിതത്തിൽ. അതിനുവേണ്ടിയാണ് ഈ സഹോദരി ആവശ്യപ്പെടുന്നത്. സർക്കാർ വാഗ്ദാനം ചെയ്ത ആ ഒരു തൊഴിൽ, ഒരു ജോലി ഇവർക്ക് കൊടുക്കണം. ഇത് ഇവരുടെ അവകാശമാണ്. വന്യമൃഗത്തിൽ നിന്നും വളരെ ദുരന്തം അനുഭവിക്കുന്ന ഈ ഒരു ഭവനത്തെ രക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും ഓരോ ജനപ്രതിനിധിയുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാട്ടുമൃഗങ്ങൾ കാട്ടിൽ ജീവിക്കുന്നതിന് പകരം മനുഷ്യവാസം നിറഞ്ഞ ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ, അതും ഈ കുടുംബത്തിൻ്റെ അത്താണിയായ കുടുംബനാഥനെ, ആ സഹോദരിക്ക് ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്തിട്ടും എന്തു സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. തൻ്റെ ജീവിത പങ്കാളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ പറ്റാതെ അബോധാവസ്ഥയിൽ ആ രംഗം കണ്ട് ബോധരഹിതയായി തീർന്ന ആ സഹോദരിയുടെ രോദനമാണ് കേട്ടത്. ആ സഹോദരിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായതെന്നും അപകടാവസ്ഥയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് പോലും അറിയില്ല. കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന രംഗമാണ് ആ സഹോദരിയുടെ ഓർമ്മയിൽ വരുന്നത്. ഇത്ര ദാരുണമായ സംഭവമുണ്ടായിട്ടും എന്തേ ജനപ്രതിനിധികൾ ഇവരുടെ പക്ഷത്ത് നിന്ന് ഒന്ന് ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവരുടെ ഈ സങ്കടങ്ങൾ മാത്രമല്ല, ഈ സഹോദരിയുടെ ഈ കണ്ണുനീര്, ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ പൈസ, അത് ഇവരുടെ വാഹനക്കൂലി, സ്കൂളിലേക്ക് പോകുന്ന വാഹനക്കൂലി കൊടുക്കാൻ പോലും
തികയുന്നില്ല എന്ന് പറയുന്നു. ഈ സഹോദരിയുടെ അമ്മയാണ് ഇപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് ഈ ഭവനത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു കുടുംബം പോറ്റുവാനുള്ള ഉത്തരവാദിത്വം ഈ ചെറുപ്പത്തിലെ ഈ സഹോദരി നിക്ഷിപ്തമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ രക്ഷപ്പെടണം. കാരണം ഈ കുഞ്ഞുമക്കൾക്ക് ഇവർക്ക് സ്വപ്നങ്ങളുണ്ട്. കുഞ്ഞുമക്കളാണെങ്കിലും ഇവർക്കും ഇവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടും സ്വപ്നങ്ങളുമുള്ള ഈ കുഞ്ഞുമക്കളെ ഓർത്തുകൊണ്ട് ഈ സഹോദരിക്ക് ഒരു ജോലി അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കണം. തന്നെയുമല്ല, ഇവർക്ക് ചികിത്സാ സഹായം പോലും ലഭിച്ചിട്ടില്ല. ഇവർക്ക് ആ ചികിത്സാ സഹായത്തിനും ഇവർക്ക് അർഹതയില്ലേ? ആ ഒരു ചികിത്സാ സഹായം ഈ വന്യമൃഗത്തിൻ്റെ അക്രമത്തിൻ്റെ ഫലമല്ലേ ഇവർക്ക് ആ ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നത്? അത് കൊടുക്കുവാൻ സർക്കാരിന് ബാധ്യതയില്ലേ? ഉണ്ട് എന്ന് ഗുഡ്നസ് TV വളരെ കൃത്യമായിട്ടും പറയുകയാണ്. ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടപെടണം. ഒരു സംഭവമുണ്ടായി, അന്നേരം വന്ന് കുറേ പ്രസംഗങ്ങളൊക്കെ നടത്തി കുറേ പാരിതോഷങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് പിന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിൽ നിന്നും മാറി ഈ സഹോദരിക്ക് ഒരു ജോലി കൊടുക്കണം, ഈ മക്കളുടെ പഠനത്തിൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ആവശ്യമായത് ചെയ്തു കൊടുക്കണം എന്ന് ഉറക്കെ പറയുകയാണ്. അപ്പോൾ സഹോദരിയും ഈ ഒരു അപകടം സംഭവിച്ച് ആശുപത്രിയിൽ വന്നതിന് ശേഷം അതിൻ്റെ ഫലമായിട്ടുള്ള എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ വേദനകളോ എന്തെങ്കിലും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്. അന്ന് തലയിടിച്ചപ്പം കണ്ണിൻ്റെ ഞരമ്പിന് ക്ഷതമേറ്റപ്പം കണ്ണിൽ മൂടലാണ്. സ്പെക്സ് വെച്ചാൽ മാത്രമേ എനിക്ക് കാണുകയുള്ളൂ. അല്ല ഒരു പകുതി മുക്കാലോളം മൂടലാണ് കണ്ണിന്. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫുൾ വേദനയാണ്. കാലും കൈയും ഒക്കെ വേദനയാണ്. ഇത് കല്ലിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഇടിച്ചതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം. ഇവിടെ റിബ്സുള്ള അന്ന് നല്ലോണം പൊട്ടിയായിരുന്നു. അതിൻ്റെയൊക്കെ വേദന ഇപ്പോഴും ഉണ്ട്. പിന്നെ ചെവി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇത്രയും ഇങ്ങനെ ആക്കിയത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയെങ്കിലും നടക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ചെവി അത് മുറിഞ്ഞ് ചെവി ഇങ്ങനെ കഷ്ണിച്ച് പോയായിരുന്നു. ഇങ്ങനെ അറ്റുപോയില്ല, അറ്റുപോകാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു പറഞ്ഞത്. ശാരീരിക വേദനകൾ ഇപ്പോഴും ഉണ്ട്. ചെവിയുടെ പ്ലാസ്റ്റിക് സർജറി വെച്ചിരിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗ്ലാസ് വയ്ക്കേണ്ടി വന്നത്. അതുപോലെ കാല് മുറിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ആണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്. ഇത്രയും ശാരീരികമായ വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇവർക്കൊരു ചികിത്സാ സഹായം പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ ഒരു അപരാധമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഗുഡ്നസ് TVക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി.